ബി.ജെ.പിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പെട്ടെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ലൈംലൈറ്റിന് മുൻപിൽ നിന്നും അപ്രത്യക്ഷനായത്. പിന്നീട് ഇപ്പോൾ വീണ്ടും ഒരു ദീർഘകാല ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സ്വാമി. മോദി ഇന്ത്യ അമേരിക്കയ്ക്ക് ഒറ്റുകൊടുക്കുകയാണെന്ന ഗൗരവകരമായ ആരോപണമാണ് ഇത്തവണ അദ്ദേഹം ആയുധമാക്കി എടുത്തിരിക്കുന്നത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ മുൻനിർത്തിയാണ് സ്വാമി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മോദി സർക്കാരിന്റെ വിദേശ നയങ്ങളെയും സാമ്പത്തിക നിലപാടുകളെയും കീറിമുറിച്ചുകൊണ്ടാണ് സ്വാമി മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യ ഇപ്പോൾ ഒരു പരമാധികാര രാജ്യമല്ലെന്നും അമേരിക്കയുടെ വെറും ഒരു കോളനി മാത്രമായി അധപ്പതിച്ചു കഴിഞ്ഞുവെന്നുമാണ് സ്വാമിയുടെ ഏറ്റവും കടുപ്പമേറിയ ആരോപണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് വാഷിംഗ്ടണിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നഗ്നമായ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യാൻ ഭാരതത്തിന് ഭയമാണ്. ഐക്യരാഷ്ട്രസഭയെ പോലും നോക്കുകുത്തിയാക്കി ഈ രാജ്യങ്ങൾ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല. റഷ്യയിൽ നിന്നോ വെനസ്വലയിൽ നിന്നോ എണ്ണ വാങ്ങണമെങ്കിൽ പോലും അമേരിക്കയുടെ കാല് പിടിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് മോദി രാജ്യത്തെ എത്തിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മൾ ആരുടെയെങ്കിലും അടിമകളാണോ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ വിദേശയാത്രകളെ പോലും അദ്ദേഹം സംശയനിഴലിലാക്കുന്നുണ്ട്. യാതൊരു ഔദ്യോഗിക ക്ഷണവുമില്ലാതെ ഇസ്രായേലിലേക്ക് മോദി എന്തിനാണ് പോയതെന്ന് രാജ്യമറിയണം. വിദേശ രാജ്യങ്ങളിൽ പോയി കെട്ടിപ്പിടുത്തങ്ങൾ നടത്തുന്നതല്ലാതെ ഭാരതത്തിന്റെ അന്തസ്സുയർത്തുന്ന യാതൊരു നയവും മോദിക്കില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. വിദേശ നയത്തിലെ ഈ അമിത വിധേയത്വത്തിനു പിന്നിൽ ബ്ലാക്ക് മെയിലിംഗുകൾ ഉണ്ടോ എന്ന സംശയവും സ്വാമി ഉയർത്തുന്നുണ്ട്. സെക്സ് ട്രാഫിക്കിംഗ് കേസിലെ പ്രതി ജെഫ്രി എപ്സ്റ്റീന്റെ രേഖകളിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ പേരുണ്ടെന്ന സൂചനകൾ രാജ്യത്ത് ആദ്യമായി ഉന്നയിച്ചത് സ്വാമിയാണ്. ഈ ഫയലുകൾ പൂർണ്ണമായും പുറത്തുവന്നാൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മോദി ഇത്രയധികം വഴങ്ങിക്കൊടുക്കുന്നത് ഇത്തരം രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം മൂലമാണെന്നും സ്വാമി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ അഭിമാനത്തെക്കാൾ സ്വന്തം ഇമേജ് സംരക്ഷിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഒരു തുറന്ന സംവാദത്തിന് പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവുള്ളവരോട് സംസാരിക്കാൻ മോദിക്ക് ഭയമാണ്. ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന തന്റെ അറിവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മോദിക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പാർലമെന്റിൽ പോലും തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതെന്നും സ്വാമി കുറ്റപ്പെടുത്തി. 6 തവണ പാർലമെന്റ് അംഗമായിരുന്നിട്ടും വിദേശ നയത്തെക്കുറിച്ചോ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ താൻ എഴുന്നേറ്റാൽ മോദിയുടെ നിർദ്ദേശപ്രകാരം അത് തടയപ്പെട്ടിട്ടുണ്ടെന്നും സ്വാമി പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി പാർലമെന്റിലേക്ക് പോകാൻ താനില്ലെന്നും സ്വാമി കട്ടായം പറയുന്നുണ്ട്. ബി.ജെ.പി പ്രവർത്തകർക്ക് പോലും പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമില്ലാത്ത അവസ്ഥയാണെന്നും സ്വാമി ആരോപിക്കുന്നുണ്ട്. അധികാരം വിശ്വഗുരുവെന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബി.ജെ.പി ഇപ്പോൾ വലിയൊരു തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നതെന്നും സ്വാമി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ മറ്റുള്ളവരുടെ പിന്തുണയോടെ ഭരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് മോദി മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറാകും. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് മോദിയുടെ ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ കാരണമാണ്. DMKയെ തോൽപ്പിക്കാൻ ഈ നേതൃത്വത്തിന് ഒരിക്കലും കഴിയില്ലെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ തലമുതിർന്ന നേതാവായിട്ട് കൂടി സ്വാമിക്ക് എന്തുകൊണ്ടാണ് മോദിയോട് വിരോധം എന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. തന്റെ അറിവിനെയും അനുഭവ സമ്പത്തിനെയും മോദി മനഃപൂർവ്വം അവഗണിക്കുന്നുവെന്ന പരാതി സ്വാമി കാലങ്ങളായി ആവർത്തിക്കുന്നതാണ്. ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽ ധനമന്ത്രി സ്ഥാനത്തേക്ക് സ്വാമി ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നെങ്കിലും മോദിയാണ് അതിന് അനുമതി നൽകാതെ ആ ആവശ്യം തട്ടിത്തെറിപ്പിച്ചത്. സ്വാമി നിരന്തരം മോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ പാർട്ടിയിലെ സ്വരച്ചേർച്ചയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. മോദിയെ കസേരയിൽ നിന്ന് വലിച്ചിറക്കാൻ സ്വാമി ഒരു വശത്തുകൂടി കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്.